അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെച്ചു. 20-ലേറെ ഉദ്യോഗസ്ഥരാണ് വിവാദങ്ങൾക്കിടെ രാജിവെച്ചത്. ശമ്പളം വെട്ടിക്കുറച്ചെന്നും ജോലി സമയം നീട്ടുന്നുവെന്നും ആരോപിച്ചാണ് രാജി. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ പുതിയ സംഭവം? അഭിലാഷ്, ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ 2 ഡസനോളം ജീവനക്കാർ അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്. ഇന്ന് ജോലിക്കെത്തിയത് 10-നും 12-നും ഇടയിലുള്ള ജീവനക്കാർ മാത്രമാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിവാദം ഉണ്ടായ ഉടൻ തന്നെ നിരവധി പേർ ജോലി നിർത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 150ഓളം പേരാണ് ട്രസ്റ്റിന് കീഴിൽ ഇത്തരത്തിൽ ഈ പിൽഗ്രിം ഫെസിലിറ്റേറ്റ് സെന്ററിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരിൽ പലരും രാജിവെച്ചു പോയി എന്ന ആരോപണം അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഇപ്പോൾ ഉയരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിഭാരം കൂടി എന്നതാണ് ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. 6 മണിക്കൂറും 8 മണിക്കൂറും ഉണ്ടായിരുന്ന ഷിഫ്റ്റുകൾ ഒരു ദിവസം 2 ഷിഫ്റ്റുകളായിട്ടൊക്കെ ഉണ്ടായിരുന്ന ജോലി ഇപ്പോൾ ഒറ്റ ഷിഫ്റ്റിലേക്ക് മാറ്റുകയും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നും ജീവനക്കാർ ആരോപിക്കുന്നുണ്ട്. ഇത് കൂടാതെ ശമ്പളത്തിലും കാര്യമായ വെട്ടിക്കുറയ്ക്കലുകൾ സംഭവിച്ചു എന്നും ജീവനക്കാർ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു പോകുന്നത്. ഇവർ ഇത്തരത്തിൽ പരാതിയും ട്രസ്റ്റിന് നൽകിയിട്ടുണ്ട്. കാരണം അമിതമായി ജോലി ചെയ്യിക്കുന്നു, മതിയായ വരുമാനമോ അല്ലെങ്കിൽ പ്രതിഫലമോ നൽകുന്നില്ല എന്ന ഒരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ എന്തായാലും ഇത്തരത്തിൽ ജോലി ഉപേക്ഷിച്ചു പോകുന്നത്. ഇപ്പോൾ തുടരുന്ന വിവാദങ്ങൾക്കിടെ തന്നെ ചെമ്പത്രായുടെയും അതോടൊപ്പം തന്നെ അനിൽ മിശ്രയുടെയും ഐഡികൾ ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ട് ട്രസ്റ്റ്. അതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതി ടിനു യാദവ് ഈ ഐഡികൾ ദുരുപയോഗം ചെയ്ത് VIP പാസുകൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു. ഇത്തരത്തിൽ VIP പാസുകൾ നൽകുന്നതിന്റെ പേരിൽ നിരവധി തുക ഭക്തരിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ടിനു യാദവ് എന്നും SIT അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ കാര്യപ്പെട്ട ചുമതലകളിൽ ഇല്ലാത്ത ചെമ്പത്രായെയും അനിൽ മിശ്രയുടെയും ഈ സുഖം എന്ന് പറയുന്ന VIP ദർശനം ഒരുക്കുന്ന സുഖം എന്ന് പറയുന്ന പോർട്ടലിലെ യൂസർ ഐഡിയും പാസ്വേഡും ഇപ്പോൾ മരവിപ്പിച്ചിട്ടുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ട്രസ്റ്റ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അഭിലാഷ്. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ.